തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ പുതിയ വസതിയാണ്. അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് രാവിലെ തന്നെ പിണറായിയുടെ വീട്ടിലേക്ക് വി ഡി സതീശൻ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. അല്പം വൈകിയാലും വി ഡി സതീശൻ നിയുക്ത മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ പുതിയ വസതിയിലേക്ക് എത്തിച്ചേരുകയാണ്. അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ പ്രാധാന്യമുള്ളൊരു കൂടിക്കാഴ്ച കൂടിയാണ്. ഏതായാലും മുൻ മുഖ്യമന്ത്രി കഴിഞ്ഞ 2 തവണകളിലായി കേരളത്തെ ഭരിച്ച 10 വർഷക്കാലം തുടർച്ചയായി ഭരിച്ച പിണറായി വിജയനെ കാണാനെത്തുകയാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇനിയും നിയമസഭയിൽ ഏറ്റുമുട്ടേണ്ട ആളുകൾ കൂടിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി വേഴ്സസ് വി ഡി സതീശൻ എന്നായിരുന്നെങ്കിൽ ഇപ്പോൾ അത് എത്തിച്ചേരുന്നു. വീട്ടിലേക്ക് വി ഡി സതീശൻ പിണറായി വിജയന്റെ ഇപ്പോഴത്തെ വസതിയിലേക്ക് എത്തിച്ചേരുകയാണ്. കാറിൽ നിന്നിറങ്ങുന്നു വി ഡി സതീശൻ നിയുക്ത മുഖ്യമന്ത്രി. സ്വീകരിക്കുന്നു. പിണറായി വിജയൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് വി ഡി സതീശനെ സ്വീകരിക്കുകയാണ്. ഗംഭീരമായ ദൃശ്യങ്ങളാണ്. 5 വർഷക്കാലം നിയമസഭയിൽ പോരടിച്ച 2 നേതാക്കളാണ്. വി ഡി സതീശൻ നിയുക്ത മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നാണ് വി ഡി സതീശനെ സ്വീകരിച്ചത് പിണറായി വിജയൻ. സ്വീകരിച്ചകത്തേക്ക് ആനയിക്കുകയാണ്. ഇനി കൂടിക്കാഴ്ച ഉണ്ടാകും. എന്തെല്ലാം കാര്യങ്ങൾ അവർ സംസാരിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. എന്തായാലും ഇനിയുള്ള 5 വർഷവും നിയമസഭയ്ക്കകത്ത് നേർക്കുനേർ പോരാട്ടത്തിനുള്ള സമയം കൂടിയാണ്. ഇരിപ്പിടങ്ങൾ മാറുന്നു എന്നതേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി വേഴ്സസ് വി ഡി സതീശൻ എന്നായിരുന്നെങ്കിൽ ഇനി വി ഡി സതീശൻ വേഴ്സസ് പിണറായി വിജയൻ എന്ന രീതിയിലേക്ക് മാറുന്നു കാര്യങ്ങൾ. എന്തായാലും പിണറായി വിജയൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് വി ഡി സതീശനെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. എത്ര സമയം അവിടെ ഉണ്ടാകുമെന്നറിയില്ല. വിജയൻ കേൾക്കാമോ? വിജയൻ വലിയ സന്തോഷത്തോടെ പിണറായി വിജയൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് വി ഡി സതീശനെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഗംഭീരമായ കാഴ്ചകളാണ്. വിവരങ്ങൾ പറയൂ. സൈഫുദ്ദീൻ, തീർച്ചയായും വളരെ സന്തോഷം നൽകുന്ന വളരെ മനോഹരമായ കാഴ്ച എന്ന് തന്നെ പറയാം. കേരളത്തിലൊരു കൗതുകം കൂടിയാണ് ഈ കാഴ്ച എന്ന് പറയുന്നത്. അതായത് 2 ചേരിയിലായി പോരടിച്ചവർ, അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ആയിരുന്നപ്പോഴും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ വാദപ്രതിവാദങ്ങൾ ഒക്കെ ആയാലും വലിയ തരത്തിൽ പോരടിച്ചിരുന്ന 2 നേതാക്കൾ, കേരളത്തിന്റെ 2 ജനനായകർ, അവർ ഒരുമിച്ച് ഒരു സൗഹൃദത്തിൽ എത്തുന്നു. തെരഞ്ഞെടുപ്പിൽ 2 ഭാഗങ്ങളിലേക്ക് മാറിയെങ്കിലും ഒരാൾ ഭരണപക്ഷത്തു നിന്ന് പ്രതിപക്ഷത്തേക്ക് മാറി, മറ്റൊരാൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഭരണപക്ഷത്തിന്റെ നേതൃത്വത്തേക്ക് മാറി. എങ്കിലും ആ സൗഹൃദം അതൊരു സംസ്കാരമാണ്. ഒരുപക്ഷെ കേരളത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക സംസ്കാരം, രാഷ്ട്രീയ സംസ്കാരം എന്ന് തന്നെ നമുക്ക് പറയാം. ആ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ, ആ രാഷ്ട്രീയ സൗഹൃദത്തിന്റെ ഒരു പ്രതിബിംബമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ്. വലിയ സൗഹൃദത്തിന്റെ ഒരു നേർക്കാഴ്ച. അത് പിണറായി വിജയൻ നേരിട്ട് പുറത്തേക്ക് എത്തുന്നു. അദ്ദേഹം ഈ വീട് എടുത്തിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. വാടക വീട്ടിലേക്ക് താമസം മാറിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അദ്ദേഹം വീട്ടിൽ നിന്ന് തീർച്ചയായും വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഫയൽ ചെയ്ത് വെക്കേണ്ട കാഴ്ചകളാണ്, ദൃശ്യങ്ങളാണ്. മനോഹരമായ ദൃശ്യങ്ങൾ കൂടിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം നിയമസഭയ്ക്കകത്തും പുറത്തും പോരടിച്ച 2 നേതാക്കൾ, 2 നായകർ, അവർ ഒരു പ്രത്യേക അവസ്ഥയിൽ, സന്നിഗ്ധാവസ്ഥയിൽ 2 പുതിയ സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും കൂടിയാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുമ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി മാറുന്നു. ഇതുവരെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവുമായിരുന്നു. എന്തായാലും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പിണറായി വിജയനെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പുതിയ വസതിയിലേക്ക് എത്തിച്ചേരുന്നു. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്ന് വി ഡി സതീശനെ സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇനി എത്ര സമയം ആ കൂടിക്കാഴ്ച ഉണ്ടാകും എന്നതുകൂടി അറിയണം. വിജയൻ തുടരുന്നുണ്ട്. വിജയൻ, വലിയ തിരക്കിട്ട സമയങ്ങളിൽ കൂടിയാണ് വി ഡി സതീശൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് കുറേ അധികം സമയമൊന്നും അവിടെ ചെലവഴിക്കാൻ സാധ്യതയില്ല. എങ്കിൽ കൂടിയും ഒരു 10 മിനിറ്റ് വീട്ടിനകത്ത് സംസാരിച്ചിരിക്കും ഇരുവരും എന്ന് കരുതുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ സാധ്യതയുണ്ട്?
സൈഫുദ്ദീൻ എന്തായാലും തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ, കേരളം മുന്നോട്ട് കൊണ്ടുപോകുന്ന വികസന പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്. ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായെങ്കിലും കാലങ്ങളായി മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നിന്നും അതൊന്നും പൂർണ്ണമായും ഒഴിവാക്കിയല്ല തുടർ സർക്കാരുകൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാറ്. അത് UDF ആയാലും LDF ആയാലും അങ്ങനെ തന്നെയാണ് പോകുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സർക്കാർ മാറുന്നുവെങ്കിലും UDF ഭരണത്തിലേക്ക് എത്തുന്നുവെങ്കിലും ആ വികസന പ്രവർത്തനങ്ങൾ, പിണറായി വിജയന്റെ കാലത്ത് തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കാമണിക്കൂറെങ്കിലും ഈ കൂടിക്കാഴ്ച നീണ്ടു നിൽക്കും എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. എന്തായാലും അതിനകത്തെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് അല്പസമയത്തിനകം ലഭിക്കും. ഒരുപാട് വികസന പദ്ധതികൾ, അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ചർച്ചയാകും. ഒപ്പം തന്നെ ഒരു സൗഹൃദ ചർച്ചയാണ്, സൗഹൃദ കൂടിക്കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിൽ ഉള്ള കൂടിക്കാഴ്ച, അതുമായി ബന്ധപ്പെട്ട ഒരു സംസാരം തന്നെയായിരിക്കും ഇരു നേതാക്കളും തമ്മിൽ നടത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല. നിയമസഭയിൽ ഉൾപ്പെടെ ഏത് തരത്തിൽ മുന്നോട്ട് പോകും, അത് സ്വാഭാവികമായും ഇപ്പോൾ ഈ സൗഹൃദത്തിൽ കണ്ട കാഴ്ചയായിരിക്കില്ല നിയമസഭയിൽ കാണാൻ കഴിയുക. പോരടിക്കുന്ന രണ്ട് ജനനേതാക്കൾ തന്നെയായിരിക്കും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോവുക എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഇന്നലെ മുതൽ തന്നെ VD സതീശൻ മുഖ്യമന്ത്രിയായി പ്രഖ്യാപനം നടത്തിയ ശേഷം മുതിർന്ന നേതാക്കളെ കാണാനാണ് സമയം മാറ്റിവെച്ചത്. ആദ്യം AK ആന്റണിയുടെ വീട്ടിലേക്ക് എത്തി, പിന്നീട് VM സുധീരനെ കണ്ടു. ഇന്ന് അല്പസമയം മുമ്പ് PJ ജോസഫിനെ പോയി കണ്ട് MLA ഹൗസിലെത്തി കണ്ട് സംസാരിച്ചു. അതിനുശേഷം G കാർത്തികേയന്റെ വീട്ടിലെത്തി, G കാർത്തികേയന്റെ ഭാര്യയും ഒക്കെയായി സംസാരിച്ചു. അതിവൈകാരികമായ നിമിഷമായിരുന്നു. കണ്ണ് കലങ്ങി നിറഞ്ഞ നിലയിലായിരുന്നു നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഉണ്ടായിരുന്നത്. എന്തായാലും അതിനുശേഷമാണ് അടൂർ പ്രകാശിന്റെ സന്ദർശനവും കഴിഞ്ഞ് പിന്നീട് ഇപ്പോൾ പിണറായി വിജയനെ സന്ദർശിക്കാനായി പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലേക്ക് എത്തിയത്. ആ സൗഹൃദ കാഴ്ചയാണ് നമ്മൾ എന്തായാലും കണ്ടത്. ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇത് കേരളത്തിന് ഒരു വലിയ സൗഹൃദ കാഴ്ചയാണ്, സന്തോഷിക്കാൻ വക നൽകുന്ന കാഴ്ചയാണ്. കാരണം മറ്റൊരു സംസ്ഥാനത്തും ഒരുപക്ഷെ നേർക്കുനേർ പോരടിക്കുന്നവർ അതൊരു വ്യക്തിപരമായ വൈര്യമൊക്കെയായി കണ്ടായിരുന്നു മുന്നോട്ട് പോകാറ്. പക്ഷേ 10 വർഷം ഭരണത്തിലിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ, അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മാറപ്പെടുന്നു. മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതൃത്വത്തിൽ ഇരുന്ന VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നു. അങ്ങനെ ആ മുൻ മുഖ്യമന്ത്രിയെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആളെ കാണാനെത്തുന്നു. അത് വലിയ സൗഹൃദം തന്നെയാണ്. കുടുംബം, പിണറായി വിജയന്റെ കുടുംബം ഉൾപ്പെടെയുള്ളവർ, മകൾ, ഭാര്യ, മകളുടെ മകൻ ഉൾപ്പെടെയുള്ളവരെല്ലാം അകത്തുണ്ട്. അവരെല്ലാമായി സൗഹൃദം പങ്കിട്ട് ഒരുപക്ഷെ ചായ സൽക്കാരം ഉൾപ്പെടെ നടത്തിയ ശേഷമായിരിക്കും എന്തായാലും പുറത്തേക്ക് വരിക. എന്തായാലും ഈ കാഴ്ച അത് അതിമനോഹരമാണ്. നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ്. ഈ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയൻ എന്ന കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് കാലം നിറഞ്ഞിരുന്ന മനുഷ്യൻ ഇപ്പോൾ പ്രതിപക്ഷത്തെത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ ഉൾപ്പെടെ VD സതീശൻ ആരായും, അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ഉൾപ്പെടെ ആരായും. അങ്ങനെയായിരിക്കും ഈ സൗഹൃദ കൂടിക്കാഴ്ച അവസാനിക്കുക. സൈഫുദ്ദീൻ. നിയുക്ത മുഖ്യമന്ത്രി നിയുക്ത പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കാണുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം രണ്ട് മുന്നണികളെയും നയിച്ച പടനായകർ രണ്ടുപേരും ഇനിയും നിയമസഭയിൽ പരസ്പരം പോരടിക്കാൻ സഭയിൽ ഉണ്ടാകും. പക്ഷേ ഇരിപ്പിടങ്ങൾ മാറുന്നു എന്നതേ ഉള്ളൂ. എന്തായാലും VD സതീശനെ വലിയ സന്തോഷത്തോടെ പിണറായി വിജയൻ സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി എത്ര സമയം വീട്ടിനകത്ത് ഈ കൂടിക്കാഴ്ച നീണ്ടു നിൽക്കുമെന്നറിയില്ല. പുറത്തേക്ക് വരുമ്പോൾ VD സതീശൻ പ്രതികരിക്കുമായിരിക്കും. പക്ഷേ പിണറായി വിജയൻ രണ്ടുപേരും ഒരുമിച്ച് എന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നറിയില്ല. അങ്ങനെ പ്രതികരിച്ചാൽ അതൊരു മനോഹരമായ ദൃശ്യവും ഗംഭീരമായ വിഷ്വൽസും കൂടിയായിരിക്കും. ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ പുതിയ വസതിയിലെത്തിയാണ് VD സതീശൻ അദ്ദേഹത്തെ കണ്ടത്.